സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ നിൽക്കുന്നത് രാജസ്ഥാനിലാണ്. രാജസ്ഥാനിലെ അജ്മീർ എന്ന സ്ഥലത്താണ്. അജ്മീറിൽ ഇവിടെ ഒരു ചേരി പ്രദേശത്തെ കുട്ടികളാണ് കാണുന്നത്. ഇവർ ഇങ്ങനെ മറ്റേ സുനിൽ സാറിനെ കൊണ്ട് ഇവിടെ ഒരു സ്കൂൾ ബസ്സൊക്കെ വെച്ചിട്ട് നടക്കുന്നുണ്ട്. സാറിൻ്റെ നേതൃത്വത്തിൽ ഈ കുട്ടികളെ നന്നായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ജനസേവ ശിശുഭവൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് തെരുവ് മക്കളില്ലാത്ത ഇന്ത്യ എന്ന ലക്ഷ്യപ്പാടായിരുന്നു. അതിനുവേണ്ടിയാണ് നമ്മൾ ജനസേവ കേരളത്തിൽ ആരംഭിച്ചത്. പക്ഷേ എന്തോ നമ്മൾ കഴിഞ്ഞ 25-26 വർഷം കൊണ്ട് നിരവധി കുട്ടികളെ ഭിക്ഷാടനത്തിൽ നിന്നും തെരുവിൽ നിന്നെല്ലാം രക്ഷപ്പെടുത്തി സമൂഹത്തിൻ്റെ മുഖ്യധാരയ്ക്ക് എത്തിച്ചു. എങ്കിലും നമ്മുടെ ചില സാമൂഹ്യ വിരുദ്ധരും നമ്മളോടുള്ള കുറച്ച് ശത്രുക്കളും ചേർന്ന് ജനസേവ ശിശുഭവനെ ഇല്ലായ്മ ചെയ്തു. ഏതായാലും ആ പ്രസ്ഥാനം നമ്മൾ അതുകൊണ്ട് അവസാനിപ്പിക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ രാജസ്ഥാനിൽ സുനിൽ സാറിൻ്റെ നേതൃത്വത്തിലൂടെ വന്നിരിക്കുകയാണ്. സുനിൽ സാറ് ഇവിടെ ഒരു കോളേജിലെ അധ്യാപകനാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനൊരു സ്കൂൾ ബസ്സൊക്കെ സംഘടിപ്പിച്ച് ഈ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷമായിട്ടാണ് സാറ് പഠിപ്പിക്കുന്നത്. ഇപ്പോൾ സാറിൻ്റെ ഈ വലിയ മനസ്സിനെ ഞങ്ങൾ കണ്ടുകൊണ്ട് മനോരമ ചാനലിലും മാതൃഭൂമി ചാനലിലൊക്കെ സാറിൻ്റെ വീഡിയോ കണ്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കണ്ട് മനസ്സിലാക്കി ഇവിടെ എത്തിയതാണ്. തീർച്ചയായിട്ടും ഇവിടെ ഉദാൻ സൊസൈറ്റി എന്ന പേരിലാണ് സാറ് സ്ഥാപനം നടത്തുന്നത്. ഈ ഉദാൻ സൊസൈറ്റിക്ക് സപ്പോർട്ടായിട്ട് ജനസേവയിലും മിങ്കിൾ ചെയ്തുകൊണ്ട് പ്രവർത്തിക്കാൻ പോവുകയാണ്. അപ്പോൾ ജനസേവ തെരുവ് മക്കളില്ലാത്ത ഇന്ത്യ എന്ന മഹത്തായ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം വന്നിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ സുമനസ്സുകളും ജനസേവയെ സഹായിക്കണമെന്ന് വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് വീണ്ടും നല്ലൊരു മുന്നേറ്റം. ഈ പാവം കൊച്ചു പിള്ളേർ ഇവരുടെ കഷ്ടപ്പാട് ഭയങ്കരമാണ്. ഇവർക്കും നല്ലൊരു ജീവിതം കൊടുക്കണം. ജീവിതം കൊടുക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ആ കടമ നമ്മൾ നിറവേറ്റണം. അതിനുവേണ്ടി നമുക്ക് പ്രവർത്തിക്കണം. ഇവർ താമസിക്കുന്ന ഇതുപോലുള്ള ചേരികളിലാണ് ഒരു നല്ല ജീവിതം. ഭയങ്കര കഷ്ടപ്പാടാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് മുന്നേറണം.